ലീഗ് എൽഡിഎഫിലേക്ക് പോയില്ല കേട്ടു തുടങ്ങിയിട്ട് കുറെ നാളായി. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ? അത് സൂയിസൈഡലായിരിക്കും. ഇവരങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചോ. കോൺഗ്രസ് ഓൾറെഡി ഇറ്റ് ഇസ് ക്രംബ്ലിംഗ്. ഇവിടെ 20% കണ്ട വോട്ടുള്ളൂ അല്ലേ. ഈ 20% വോട്ടും BJPയുടെ 15% വോട്ടും ഇങ്ങനെ വെക്കണം ഇപ്പോഴീട്ടോ. അപ്പോൾ ഈ കോൺഗ്രസിന് കുറേ പേര് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ BJP വിൽ ബിക്കം നമ്പർ 1. കേരളത്തിൽ മുഴുവനായിട്ടും ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് CPM-നോട് അല്ലെങ്കിൽ ഇടതിനോട് ഒരു അഭിമുഖ്യം വർദ്ധിച്ചു വരുന്നുണ്ട്. ഉണ്ട്. അത് കോൺഗ്രസ് വോട്ടാണ് അങ്ങോട്ട് പോകണം. ലീഗ് വോട്ടിൽ മാറ്റം ഉണ്ടാവുന്നില്ല. അതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നോക്കുക, പൊന്നാണിക്ക് താഴത്തോട്ടാണ് ആ കോൺസ്റ്റിറ്റ്യുവൻസീസ് കിടക്കുന്നത്. അതായത് കിടക്കുന്നതെല്ലാം തീരപ്രദേശത്താണ്. കാരണം ഇന്നർ ഇതിൽ കിടക്കുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ, അത് നമ്മുടെ ഈസ്റ്റേൺ സൈഡ് ഓഫ് എറണാകുളം തൊട്ട് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, അങ്ങനെ ഈ സൈഡിലൂടെ നമ്മൾ പോകുമ്പോൾ ചാവക്കാട്, ഗുരുവായൂർ, നാട്ടിക, കയ്പമംഗലം, അങ്ങനെ ആലുവ, ഇതെല്ലാം കിടക്കുന്നത് അങ്ങോട്ടേക്കാണ് അവർ പോകുന്നത്. അവർ വോട്ട് ചെയ്യണം. അങ്ങനെയാണ്. അത് തന്നെയാണ് ചോദ്യം. അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകില്ലേ? കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകില്ലേ എന്ന് ചോദിച്ചാൽ ലെഫ്റ്റിന് ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മെജോറിറ്റി കൺസോൾട്ടേഷൻ ഇല്ല. അതാണ് അവരുടെ ബുദ്ധി. അവിടെയാണ് അവർ കൺസോൾട്ടേറ്റഡ് ആണല്ലോ ആസ് കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരന്മാർ വെറുതെ സംസാരിക്കുകയല്ല. അവർ ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കും. ഇപ്പം നമുക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര വോട്ട് കിട്ടണം, എന്താ ആ വോട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുക, അപ്പോൾ അവർ ജയിക്കണം. അതൊരു വലിയ സെറ്റപ്പല്ലേ. കോപ്പറേറ്റീവ് സെക്ടർ ആയാലും ഹോസ്പിറ്റലുകളായാലും ഒക്കെ. അപ്പോൾ അവരുടെ ആൾക്കാർക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ഞാൻ പഠിച്ചോടത്തോളം ഒരാളൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ആ പടം നയം വ്യക്തമാക്കുന്നു എന്നാണ് പടത്തിലുണ്ടല്ലോ. അതുമാതിരി ഈ ശാന്തി കൃഷ്ണ ആണ്, അത് ജോലിക്കൊക്കെ പോവും. ഈ മൂപ്പര് സഖാവായിട്ട് നടക്കും. അപ്പോൾ അതേമാതിരി ഇവരുടെ ഭാര്യമാരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജോലിയിലൊക്കെ ഉണ്ട്, മനസ്സിലായല്ലേ. ഭർത്താക്കന്മാർ രാഷ്ട്രീയത്തിന് അവർ ഭയങ്കര ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു സെറ്റപ്പാണ്. അതുമാതിരി ഒരു സെറ്റപ്പ് ഇന്ത്യയിൽ എവിടെയില്ല ഒരു പാർട്ടിക്ക് ഉള്ളത്. ഓൺലി ഫോർ DMK, മനസ്സിലായില്ല. അത് പെരിയാറിൻ്റെ ദ്രവീഡിയൻ ഫിലോസഫി ഉള്ളത് കൊണ്ട് അവർക്ക് വ്യക്തമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട് ഈ ഭാഷയെ പറ്റിയിട്ട്, സംസ്കാരത്തെ പറ്റിയിട്ട്, വ്യക്തമായിട്ട് ജാതിയെ പറ്റിയിട്ടൊക്കെ അവർക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട്. അതുമാതിരി ഇവർക്ക് നല്ല കാഴ്ചപ്പാട്. അപ്പോൾ ഇവർ കൂട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് വോട്ടും പിന്നെ അഡീഷണലായിട്ട് മറ്റേ വോട്ടും കൂടെ കിട്ടി വിജയിച്ചല്ലോ. മെക്കാനിസം ഉണ്ടായിരുന്നു 2019 ലെഫ്റ്റിന് ഭയങ്കരമായ തിരിച്ചടി ഉണ്ടായി. അത് കഴിഞ്ഞ അസംബ്ലിയിൽ വന്നു. തീർച്ചയായും ലോക്സഭാ ഇലക്ഷനിലെ അത് ഞാൻ സമ്മതിച്ചു. അത് ശബരിമല ഇപ്പോൾ ഇടപെട്ടോ. അപ്പോൾ അതിൽ ശബരിമല ഇഷ്യൂവിൽ മുസ്ലിമൊക്കെ താല്പര്യമില്ലല്ലോ. അവരതിൽ മൈൻഡ് ചെയ്തില്ല, നമ്മളാരും പോയുമില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 1 to 2% ആണ് തമ്മിലുള്ള വ്യത്യാസം. അത് ന്യൂട്രലായിട്ടുള്ള വോട്ടറാണ് അത് തീരുമാനിക്കുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒറിജിനൽ വോട്ട് ഇപ്പോഴും തുടരുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ 4 ടേം അവർ ജയിച്ച്. ഉമ്മൻചാണ്ടിയുടെ ഒരു ടേമുണ്ട് 2 വോട്ടിൻ്റെ. അത് ശരിക്കും പറഞ്ഞാൽ അതും അവർ ജയിച്ചത് തന്നെയാണ് അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ 4 ടേം അവർ വരണമാണ്. ആണാണ്. ലീഗ് എൽഡിഎഫിലേക്ക് പോയില്ല കേട്ടു തുടങ്ങിയിട്ട് കുറെ നാളായി. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ? അത് സൂയിസൈഡലായിരിക്കും. ലീഗിനല്ല, രണ്ടുപേർക്കും സൂയിസൈഡ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവരങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചോ. കോൺഗ്രസ് ഓൾറെഡി ഇറ്റ് ഇസ് ക്രംബ്ലിംഗ്. ഇവിടെ 20% കണ്ട വോട്ടുള്ളൂ അല്ലേ. കോൺഗ്രസിന് വോട്ട് 20 ഉള്ളൂ. പ്രശാന്ത്, കേരളത്തിൽ സംശയമാണ്. അതെ, ലീഗിൻ്റെ ഒക്കെ വോട്ടുണ്ടല്ലോ അല്ലേ. ആ ലീഗിൻ്റെ വോട്ട് അടക്കമാണ് ഈ 20%. ഈ 20% വോട്ടും BJPയുടെ 15% വോട്ടും ഇങ്ങനെ വെക്കണം ഇപ്പോഴീട്ടോ. അപ്പോൾ ഈ കോൺഗ്രസിന് കുറേ പേര് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ BJP വിൽ ബിക്കം നമ്പർ 1. അതെ, പക്ഷേ കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലീഗ് ഇനിയും ഭരണത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുന്നതിൽ ലീഗിൻ്റെ ജോലി, ലീഗ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പാർട്ടിയല്ലേ. ഭരണം കുറച്ച് മാറിക്കട്ടെ, അതിനെന്താ, ഇനിയും മാറിക്കട്ടെ. ആക്കുണ്ട് ലീഗ്. ഐ വിൽ ടെൽ യു, ലീഗ് ഇസ് എ ഗുഡ് പാർട്ടി. കാരണം അവരായിട്ട് ഞാൻ നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അവരെ ആൾക്കാരൊക്കെ ഒരു കമ്മിറ്റഡും പിന്നെ വളരെ സിമ്പിളായിട്ടും അവരെ MLA-മാരൊക്കെ നോക്കും. വളരെ സിമ്പിൾ അല്ലേ, കുറച്ച് പേരല്ലേ ഉള്ളൂ. അതെല്ലാം പാവങ്ങളാണ്. കുറുക്കോളി മൊയ്തീന്, നജീബ് കാന്തപുരം, TB ഇബ്രാഹിം ഒക്കെ എല്ലാവരും വളരെ സിമ്പിളായിട്ടുള്ള, വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഇനിയിപ്പോൾ ഒരു പഞ്ചായത്തൊക്കെ ഉണ്ടല്ലോ, മുനിസിപ്പാലിറ്റി പഞ്ചായത്തൊക്കെ അവരതിലുണ്ടല്ലോ.
അപ്പോൾ അവരത് വെച്ചൊക്കെ പോവും. അതുകൊണ്ട് അപ്പോൾ നമ്മളൊരു വി ഷുഡ് നോട്ട് കം ടു എൻ അസംഷൻ ദറ്റ് പിണറായി വിജയൻ കനോട്ട് ബി ഡിഫീറ്റഡ്. മേ ബി വിൽ ബി ഡിഫീറ്റഡ്. ഇപ്പോൾ ഈ ഇലക്ഷനിൽ തന്നെ നമ്മളിപ്പോൾ നടക്കാൻ പോണ ലോക്സഭാ ഇലക്ഷനിൽ തന്നെ കോൺഗ്രസ്സിന് ഒരു ഡൈ ഓർ ഡു ആണ്. കോൺഗ്രസ്സിന് ഇവിടെയുള്ള 15 സീറ്റും 15 അതെ 16 അല്ലല്ല മറ്റൊരു പെടുമല്ലോ, ലീഗും ഒക്കെ UDF അല്ല. കോൺഗ്രസിൻ്റെ സീറ്റുകളിൽ കുറവ് വന്നാൽ പിന്നെ ഇന്ത്യയിലല്ലോ. ഇന്ത്യയിൽ പിന്നെ എന്താ അവർക്ക് ക്ലെയിം? അവർ രാജസ്ഥാൻ മധ്യപ്രദേശ് ഒന്നും കിട്ടാൻ പോകില്ല. അത് കർണാടകയിൽ കഴിഞ്ഞ ജയിച്ചപ്പോഴും സിദ്ധരാമയ്യയുടെ ആദ്യത്തെ ഗവൺമെൻറ് സമയത്തും 22 സീറ്റ് ഇവരായില്ല, അത് BJPയുടെ ഇല്ല. അവിടെയൊക്കെ അവർ 2 രീതിയിലാണ് കാണുന്നത്. ലോക്കൽ ലീഡർ സിദ്ധരാമയ്യ, അവിടുത്തെ ലീഡർ മോഡി എന്നുള്ളതാണ്. മോഡിക്ക് ഭയങ്കര ഫാക്ടേഴ്സ് ഉണ്ടല്ലോ കുറേ. ഒന്നും അയാളുടെ മുകളിൽ ആരോപണം ഉന്നയിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ സവർണ ഫിലോസഫിയുടെ ആളാണ്. അതിന് ഞാൻ അവർണനാണല്ലോ പെട്ട് മനസ്സിലല്ലേ. എനിക്ക് കുടുംബമേ ഇല്ലല്ലോ, അതിനെ വഴിക്കിട്ട് പോകുന്നല്ലോ കൂടിയിട്ട് എന്ത് ചോദിച്ചാൽ അതെന്താണ്, ഞാൻ പൈസക്കാരനാണോ? നിങ്ങളിപ്പോൾ കമൽനാഥ് ഭയങ്കര റിച്ചാണ് ശരിക്കും. ഇയാളുടെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ചായ വിറ്റിടക്കായിരുന്നു. ചായ വിറ്റിടുന്നത് റെയിൽവേ സ്റ്റേഷനിലല്ല, ചായ വിറ്റിടുന്നത് RSS ഓഫീസിലാണ് ഇയാളെ ചായ കൊടുക്കുന്നത്. മൂപ്പറത്തെ ലേശം ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് സ്റ്റേഷനിലോട്ടാക്കി. അതൊക്കെ അയാളാക്കും.